നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 26 പ്രതികളിൽ ആർക്കും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ പൂജപ്പുര ജില്ലാ ജയിലിൽ കഴിയുന്ന ഇവർക്ക് ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥർ വഴിവിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നുവെന്ന് ആക്ഷേപം ഉയരുകയാണ്. സഖാക്കൾ എന്ന പരിഗണനയിൽ ഇവർക്ക് ചില ഉദ്യോഗസ്ഥരാണ് പ്രത്യേക പരിഗണന നൽകുന്നതെന്നാണ് ആരോപണം. മലയാള മനോരമയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആഴ്ചയിൽ 2 തവണ മാത്രം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സന്ദർശകരെ അനുവദിക്കാമെന്നാണ് ചട്ടമെങ്കിലും ഇത് ലംഘിച്ച് ദിവസേന പ്രതികളെ തേടി സന്ദർശകർ എത്തുന്നുവെന്നും ചട്ടലംഘനം കണ്ടുപിടിക്കാതിരിക്കാൻ സന്ദർശക രജിസ്റ്ററിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തുന്നില്ല എന്നുമാണ് ഉയരുന്ന ആക്ഷേപം. എല്ലാ പ്രതികളെയും ജയിലിൽ വിശാലമായ സെല്ലിൽ ഒന്നിച്ചാണ് പാർപ്പിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ കേസിലെ പ്രതികളെ ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചത് വഴിവിട്ട നീക്കമാണെന്നും ആക്ഷേപമുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥരാണ് ഇതിന് അവസരമൊരുക്കിയത്. UDF സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ജയിലിൽ കാര്യമായ സ്ഥലമാറ്റങ്ങളോ സ്ഥാനമാറ്റങ്ങളോ നടന്നിട്ടില്ല. പിണറായി സർക്കാർ നിയമിച്ച കാലത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ജയിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടത് അനുഭാവികൾക്ക് വേണ്ടി ചട്ടങ്ങൾ വഴിമാറുന്നതും. റിമാൻഡ് പ്രതികളെ മുഴുവൻ സമയവും ലോക്കപ്പിൽ സൂക്ഷിക്കണമെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറക്കണമെന്നുമാണ് വ്യവസ്ഥയെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥർ ഇത് പാലിച്ചില്ല. ഇടയ്ക്കിടെ സെല്ലിന് പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ക്രമീകരണം. മറ്റ് അവശ്യ വസ്തുക്കൾ എത്തിക്കാനും ജീവനക്കാരുടെ സഹായം ലഭിക്കുന്നതായും സൂചനയുണ്ട്. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 5 പ്രതികളെ കൂടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 6 മുതൽ 10 വരെ പ്രതികളായ കിരൺ, അനിൽകുമാർ, ഷെഫീഖ്, ഹരീഷ് കുമാർ, ദിനീത് എന്നിവരെയാണ് ഇന്നലെ വൈകിട്ട് 5 വരെ കസ്റ്റഡിയിൽ വിട്ടത്. ഇവരെ ഇന്നലെ വൈകിട്ട് പിണറായിയുടെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുന്നിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിരുന്നു. 1 മുതൽ 5 വരെ പ്രതികളായിരുന്ന നിധിൻ രാജ്, M മനോജ്, J ജീവൻ, A ഷാഹിൻ, R ശ്രീജിത്ത് എന്നിവരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കണമെന്നും കൂട്ടുപ്രതികളെ തിരിച്ചറിയണമെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 300 പേർക്കെതിരെയാണ് കേസെടുത്തത്. 46 പ്രതികളെയാണ് തിരിച്ചറിഞ്ഞത്. ശേഷിക്കുന്ന പ്രതികളെ ഉടൻ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. നേരത്തെ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളുടെ വാദം തള്ളി പോലീസ് രംഗത്ത് വന്നിരുന്നു. പെട്ടെന്നുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്ന പ്രതികളുടെ വാദം നിലനിൽക്കില്ലെന്നാണ് കോടതിയിൽ പോലീസ് പറയുന്നത്. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പ്രവർത്തകർ സംഘടിച്ചെത്തുകയായിരുന്നു. കയ്യിൽ ആയുധങ്ങളുമായാണ് പ്രവർത്തകർ എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നായിരുന്നു എന്നായിരുന്നു പ്രതികളുടെ വാദം. പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ എത്തിയതെന്നും ആക്രമിക്കിയത് ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. പോലീസിന്റെ ചോദ്യം ചെയ്യലായിരുന്നു 5 പ്രതികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ പ്രതികളുടെ വാദം തള്ളുകയാണ് പോലീസ്. ED സംഘത്തിന് നേരെ ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇഷ്ടിക അടക്കമുള്ള വസ്തുക്കളുമായിരുന്നു പ്രവർത്തകർ എത്തിയത്. പ്രതിഷേധിക്കുക മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യമെന്നും പോലീസ് പറയുന്നുണ്ട്. ഗൂഢാലോചന തെളിയിക്കുന്നതിനായി പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ആഹ്വാനം നടന്നിട്ടുണ്ടോ, നേതാക്കൾക്ക് അതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചത്. പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിൽ എത്തുക.